ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 നോയമ്പിൻ്റെ പേതുർത്ത ഞായർ, സകല വിശുദ്ധ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മ എന്ന് മാത്രമല്ല, ആരാധന വർഷത്തിൻ്റെ 13ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഈ മാസത്തെ 25ാമത്തെ ദിവസം, ഈ വർഷത്തെയും 25ാമത്തെ ദിവസം. ഒരു നല്ല ഞായറാഴ്ച എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഏവൻഗേലിയൻ മേശയിൽ വായിച്ച് കേൾക്കാൻ പോകുന്നതായ വേദഭാഗം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ്തയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. ഈ വേദഭാഗം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള ഭാഗത്തിൻ്റെ രത്നചുരുക്കം ആണ്. അതായത് ഗിരിപ്രഭാഷണം ആണ് പ്രധാനം. മത്തായി ശ്ലീഹ ഇത് എഴുതിയിരിക്കുന്നത് 5, 6, 7 അധ്യായങ്ങളിലൂടെ ആണ്. എന്നാൽ ലൂക്കോസ് ഏവൻഗേലിയോസ ഇത് 6-ാം അധ്യായം 20 മുതൽ 32 വരെ ഉള്ള ഭാഗത്ത് ഒതുക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് പല ഭാഗങ്ങളിലും ഇതേ കാര്യം ലൂക്കോസ് ശ്ലീഹ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നും നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 9 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത്, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. സമ്പത്ത് പലപ്പോഴും ദൈവത്തെയും ആവശ്യക്കാരെയും അവഗണിക്കാൻ ഇടയാകാറുണ്ട്. ആത്മീയ ദാരിദ്ര്യം സ്വർഗീയമായ അഭിവൃദ്ധിയുടെ കുറവിനെ കാണിക്കുന്നുവെന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാകും. ആത്മീയ ദാരിദ്ര്യം ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നതിനിടയാകും. ആ അവസ്ഥയാണ് ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുക അഥവാ വിലപിക്കുക എന്നത് 3 വിധത്തിലുണ്ട്. ഒന്നാമത്തേത്, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളാൽ ദുഃഖിക്കുന്നവരുണ്ടാകും. പാപത്താൽ ദുഃഖിക്കുന്നവരുണ്ടാകും. മൂന്നാമത്തേത്, ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ദുഃഖമുണ്ടാകാം. ഇവയിൽ പാപത്താൽ ഉണ്ടാകുന്ന പശ്ചാത്താപത്തിന്റെ ദുഃഖം അത് വിശുദ്ധിയിലേക്ക് വളരുന്നതിന് കൂടുതൽ പ്രയോജനകരമാവും. അതുകൊണ്ട് തന്നെ ഭാഗ്യകരവും ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രതികൂലങ്ങളിൽ സൗമ്യതയോടെ സഹിക്കുന്നതാണ് ഭാഗ്യകരമായിട്ടുള്ളത് എന്ന് നമുക്ക് എവർക്കും അറിയാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വന്തം ഇഷ്ടത്തോട് സഹിക്കുന്നതിന് താല്പര്യപ്പെടുമ്പോൾ പിന്നീടുള്ള നിത്യതയിൽ അത് ഭാഗ്യാവസ്ഥയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നീതിക്കായിട്ടുള്ള തീവ്രമായ വിശപ്പും ദാഹവും ഭാഗ്യാവസ്ഥയാണ്. അപ്രകാരം നീതിക്കായി തീവ്രമായി യത്നിക്കുമ്പോൾ ദൈവം നമുക്ക് നീതി നൽകുകയും നാം സംതൃപ്തരാകുകയും ചെയ്യും. അത് ഭാഗ്യാവസ്ഥയാണ്. 5-ാമത്തേത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ എന്ന് പറയുന്നത് അർഹിക്കാത്തത് കൊടുക്കുക എന്നതാണ്. അപ്രകാരം കരുണയുള്ളവരായിരിക്കുന്നാൽ ദൈവം നമ്മോട് കരുണ ചെയ്യും. നാം അർഹിക്കാത്ത നന്മ നാം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും. യാക്കോബ് ശ്ലീഹായുടെ പൊതുലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നീതിമാന്മാരായിരിക്കുകയും അതുപോലെ തന്നെ കരുണയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നത് ക്രിസ്തീയ ശിഷ്യന്മാർക്ക് ആവശ്യമാണ് എന്നും നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. 6-ാമത്തേത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സത്യ ആരാധന നിർമ്മലമായ മനസ്സിൽ നിന്നാണ് ഉയരുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ആരാധന ദൈവത്തെ മുഖാമുഖമായി കാണുന്നതിനുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. 7-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അസമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുവാനും അതേ സമയത്ത് സത്യത്തിൽ പക്ഷത്ത് ചേർന്ന് നിൽക്കുവാനും സാധിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ ആയിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത്,
നീതി നിമിത്തമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. നമ്മുടെ പിതാക്കന്മാർ നീതി നിമിത്തമായിട്ട് ഉപദ്രവിക്കപ്പെട്ടവർ ആകുന്നു. ഉദാഹരണം, ആദിമസഭയിൽ സ്തെഫാനോസ്, അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകൻ, അപ്പോസ്തോലന്മാർ, പിന്നീട് നിരവധി വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാം ഉപദ്രവിക്കപ്പെട്ടവരാണ് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുമുണ്ട്. 9ാമത്തെ കാര്യമെന്ന് പറയുന്നത്, കർത്താവിന്റെ നിമിത്തം പഴിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗത്തിൽ അവരുടെ പ്രതിഫലം വലുതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പഴിക്കപ്പെട്ടാൽ എല്ലാം ഭാഗ്യത്തിനാണ് എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും. അതായത് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, പഴിക്കപ്പെടൽ എല്ലാം ഭാഗ്യത്തിനാണ്. അവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും. സകല പിതാക്കന്മാരെയും അനുസ്മരിക്കുന്ന ഈ ദിവസത്തെ സുവിശേഷ ഭാഗം അവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും മാനവും നൽകുന്നു. ഈ വേദഭാഗത്ത് പറയുന്നത്, ഇപ്പോൾ വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ചിരിക്കും. മനുഷ്യപുത്രന്റെ നിമിത്തം പഴിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സ്വർഗത്തിലെ പ്രതിഫലം വലുതാണ് എന്നാണ്. ഈ ലോകത്തിൽ ജയം പ്രാപിച്ച് മാനിക്കപ്പെട്ടവർക്ക് കഷ്ടമുണ്ടാകും, കാരണം അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പഴിക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ചെകിട്ടത്തെ അടിക്കുന്നവർക്ക് മറ്റേതും കാണിച്ചു കൊടുപ്പീൻ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവീൻ. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യോനായിൽ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളും ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഒരു ദിവസം കൊണ്ട്, അതായത് ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് കിട്ടാവുന്ന സന്ദേശം എന്ന് പറയുന്നത്, മാനസാന്തരപ്പെടണം, നാം രക്ഷിക്കപ്പെടും. മാനസാന്തരപ്പെടുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നാണ് ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ ദൈവം പൊറുക്കും എന്നും ഈ യോനായുടെ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അവർ എങ്ങനെ പശ്ചാത്തപിച്ചുവോ അതുപോലെ തന്നെ നമ്മളും പശ്ചാത്തപിക്കേണ്ടതായ ആ ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് മറക്കാതെ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതായ വലിയ കഷ്ടതയിൽ നിന്ന് നമുക്കൊക്കെയും വിടുതലുണ്ടാകും. കാരണം ആ സൊദോം ഗൊമോറയിൽ നടന്ന ആ സംഭവത്തിനെ കഴിഞ്ഞും ഇപ്പോൾ യോന ചെന്ന് സുവിശേഷം അറിയിച്ച് ആ മാനസാന്തരപ്പെട്ട ആ ആൾക്കാരെ കഴിഞ്ഞും, അതായത് 1,20,000-ൽ പരം ആൾക്കാർ രക്ഷ പ്രാപിച്ചതുപോലെ നമുക്കും രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലി നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രമേ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു സൺഡേ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.